അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ നിരന്തരം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ. രോഗികൾക്കൊക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിഹിതം എങ്ങനെ പൊളിച്ചടക്കാം, അവിഹിതത്തിൽ നിന്നും എങ്ങനെ നമുക്കൊരാളെ മോചിപ്പിച്ചെടുക്കാം, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്ന ആളുകളെ എങ്ങനെ നമുക്ക് വേർപെടുത്താം എന്നൊരു അമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ അത് കാണുകയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഒരുപോലെ ചോദിച്ച ചില സംശയങ്ങളും അതിൻ്റെ മറുപടിയുമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്, ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഏതാ ദിവസമെന്നറിയോ? ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ മജ്ലിസ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് രോഗികൾക്ക് ഫലം കിട്ടുന്നു, ഒരുപാട് ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ. ഉസ്താദ് 2 ആഴ്ചയായിട്ടുള്ള മജ്ലിസിൽ പങ്കെടുക്കുന്ന, പക്ഷേ വല്ലാത്ത റാഹത്തുണ്ട് കേട്ടോ, സന്തോഷമുണ്ട് കേട്ടോ എന്നറിയിച്ച ഒരുപാട് ആളുകൾ. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണത് കേൾക്കുമ്പോൾ. പാവപ്പെട്ട വിനീതൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അമലുകൾ പറഞ്ഞു തരുന്നു. അതൊരുപാട് ആളുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഒരുപാട് ആളുകൾക്ക് അത് ഫലം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഫലം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അപ്പോൾ ആരും മറക്കണ്ട, ഒരു ജഗ്ഗിൽ വെള്ളമെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ മജ്ലിസ്. എല്ലാ വെള്ളിയാഴ്ച മാത്രമേ നമ്മുടെ മജ്ലിസ് ഉണ്ടാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അതിൽ കൂടാൻ നിർബന്ധമായിട്ട് അതിൽ കൂടുക. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ നല്ല ഒരു മുറാദ് മനസ്സിൽ വെച്ചിട്ട് അതിൽ പങ്കെടുക്കുക. സിഹർ ബാത്തിലായി പോട്ടെ, കണ്ണേർ ബാത്തിലായി പോട്ടെ, പൈശാചിക ഉപദ്രവങ്ങളൊക്കെ നീങ്ങിപ്പോട്ടെ, ജോലി സംബന്ധമായ തടസ്സം തീരട്ടെ, രോഗത്തിന് ശിഫ കിട്ടട്ടെ. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ അനുഭവിക്കുന്ന പല ജാതി പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടല്ലോ, അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം മജ്ലിസിൽ പങ്കെടുക്കാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ സംശയത്തിലേക്ക് പോകാം. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പൈസ അയച്ചിട്ടുണ്ട്. 10 രൂപയും 15 രൂപയും 313 രൂപയും 101 രൂപയുമായിട്ട് പല ആളുകളും കഴിവിൻ്റെ പരമാവധി അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപാട് ആളുകൾ അയച്ചിട്ട് പൈസ വരുന്നില്ല എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ്, ഒരാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും പൈസ അയച്ചാലും വരുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ട് നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട്. ഇപ്പോൾ 25 ആൾ 30 ആളൊക്കെ അയക്കുമ്പോൾ കാശ് വരുന്നുള്ളൂ അക്കൗണ്ട്. അതങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ്, എന്താണെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് അത് ബാങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് രോഗികളെ സഹായിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ നൽകിയ സ്വതക്കക്കൊക്കെ അള്ളാഹു അതിൻ്റേതായ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അമലിൻ്റെ സംശയങ്ങളിലേക്ക് പോകാം. ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്ന ഹലാലല്ലാത്ത ബന്ധങ്ങൾ, അതായത് ഹലാലായ ബന്ധം ഉണ്ടായിരിക്കെ ഹറാമിലേക്ക് ചാടിപ്പോയ ആളുകൾ, ഭർത്താവ് ഉണ്ടായിരിക്കെ ഭാര്യ ചതിക്കപ്പെടുന്നു, ഭാര്യ ഉണ്ടായിരിക്കെ ഭർത്താവ് ചതിക്കപ്പെടുന്നു, ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഈ അമൽ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുക, അതായത് അന്യപുരുഷനുമായി അന്യ സ്ത്രീകളുമായി അവിഹിതം സ്ഥാപിക്കുക, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമുകളുമായിട്ട് ഇഷ്ടത്തിലാവുക, അത് മാത്രമല്ല അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാതാവുകയും അത് ഹൈന്ദവരുടെ മാതാപിതാക്കൾക്കും ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളുടെ മാതാപിതാക്കൾക്കും ഇഷ്ടമല്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളും അവിഹിതത്തിൻ്റെ വിഷയത്തിൽ നമ്മൾക്കിടയിൽ കാണാറുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഈ അമൽ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിൽ ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ഇത്തരം അമലുകൾ യൂട്യൂബിലിടുമ്പോൾ എൻ്റെ മകൾ സുഖമായി ജീവിക്കുന്നു, അവൾക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ സുഖമായി ജീവിക്കുന്നവരുടെ ജീവിതം ആരെങ്കിലും ഇതുകൊണ്ട് തകർക്കുമോ എന്ന് ചോദിച്ചു. വളരെ പൊട്ടത്തരാണ് ആ ചോദിച്ചത്. സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും ചോദിച്ചതാവാം. അതിങ്ങനെ സംശയം ഉള്ളിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ അമൽ പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്നവരെ വേർപെടുത്താൻ വേണ്ടിയുള്ള അമൽ.
അവിഹിതവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അമൽ. അതിപ്പോൾ എങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിന് ചെയ്താൽ ഫലിക്കുമോ? ഇല്ല. കാരണം അവർ അവിഹിതമല്ലല്ലോ, അത് ഹലാലായ ബന്ധമല്ലേ. അപ്പം അത്തരം കടന്ന് കയറി ചിന്തിച്ച് കൂട്ടണ്ട. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇത് ഫലം കിട്ടൂല കേട്ടോ. നല്ല ഹലാലായി ജീവിക്കുന്നവരെ പിരിക്കാൻ വേണ്ടി ഇത്തരം അമൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ഫലിക്കൂല. നല്ല, അതായത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്ന ഹറാമായ ബന്ധങ്ങൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ സംശയം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ ഒരു സ്ത്രീയുമായി മാത്രമല്ല ഭർത്താവിന് ബന്ധമുള്ളത്, ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അപ്പോൾ എന്താ ചെയ്യുക ഉസ്താദെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്താദെ ഒരു പുരുഷനുമായിട്ട് മാത്രമല്ല എൻ്റെ പെണ്ണുങ്ങൾക്ക് ബന്ധമുള്ളത്, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്, എന്താ ചെയ്യുക? ഒന്നിൽ കൂടുതൽ അവിഹിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വ്യക്തി ഉള്ളത് എങ്കിൽ എത്ര ആളുകളാണോ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വെക്കണം. എല്ലാവർക്കും കൂടി ഒരു ഇതിൽ ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് വേറെ വേറെ ചെയ്തു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ അവിഹിതം ഉണ്ട് എന്നറിയാം, ഭർത്താവ് സമ്മതിക്കുന്നില്ല, അത് തെളിയാൻ ഈ അമൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇത് അവിഹിതം തെളിഞ്ഞ് അവിഹിതം പിടിക്കപ്പെട്ടതിന് ശേഷം ഭർത്താവ് സമ്മതിച്ചു, അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ തെളിവോടുകൂടി കണ്ടു, അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ അവിഹിതമാണെന്ന് മനസ്സിലാവുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉറപ്പായതിന് ശേഷം ചെയ്യേണ്ട അമലാണിത്, അതാരും മറക്കണ്ട. അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചു, ഉസ്താദെ പുഴ, തോട്, കുളം ഇതൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? മുഅ്മിനീങ്ങളെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അമലിനും ഓരോ രഹസ്യങ്ങളുണ്ട്. ഒരു തോടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുഴിച്ചിടുക, ഒരു പുഴയുടെ ആ കരയിലും ഈ കരയിലും കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ഈ രണ്ട് കുപ്പിയും വിദൂരത്തോട്ട്, രണ്ടും രണ്ടറ്റത്തോട്ടാണ് കുഴിച്ചിടാൻ പറയുന്നത്. ഈ വ്യക്തികൾ രണ്ടും രണ്ടറ്റത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അമൽ പറയുന്നത്. അപ്പോൾ പുഴയോ തോടോ കിട്ടൽ നിർബന്ധമാണ്. അതില്ലാത്ത ആളുകൾ ഈ അമൽ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി കടലായാലും പറ്റും, കടലിൻ്റെ കരയിൽ ഒരു സൈഡിൽ കുഴിച്ചിടുക, കുറേ നടന്നു പോയിട്ട് കുറച്ച് അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ആയിട്ട് കുഴിച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദെ പേരറിയില്ല എന്തു ചെയ്യും? അവിഹിതം ഉണ്ടെന്നറിയാം, പേരറിയില്ല എന്തു ചെയ്യും? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ ഭർത്താക്കന്മാരുടെ പേര്, അവിഹിതത്തിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ പേരറിയില്ല എങ്കിൽ അവിടെ ഹവ്വാഹ് എന്ന് ചേർക്കുക, പെണ്ണിന് പകരം ഹവ്വാഹ് എന്ന് ചേർക്കുക. അടുത്ത സംശയം, ഉസ്താദെ കിണറിൻ്റെ 2 ഭാഗങ്ങളിൽ കുഴിച്ചിടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കിണറിൻ്റെ ഭാഗത്ത് എങ്ങനെ കുഴിച്ചിടുക? അത് പറ്റൂല കേട്ടോ. തോട്, പുഴ, കടലൊക്കെ പറ്റും. അടുത്ത സംശയം, ഉസ്താദെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ചാറ്റിങ്, ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ചാറ്റിങ്, എന്ത് ചെയ്യാൻ പറ്റും? ഈ അമൽ പറ്റുമോ? പറ്റും. പേരറിയുമെങ്കിൽ ധൈര്യത്തിൽ ചെയ്തു നോക്കൂ, ഓരോരുത്തർക്ക് ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ മറ്റൊരു സംശയം, വേറെ എവിടെയെങ്കിലും കുഴിച്ചിട്ടതിന് ശേഷം പിന്നീട് പുഴയിൽ ഇട്ടാൽ മതിയോ? പോരാ. കുഴിച്ചിടുന്ന സമയത്തിന് രണ്ടും രണ്ടറ്റത്ത് കുഴിച്ചിടണം. ചെറിയ തോട് പറ്റുമോ ഉസ്താദെ? മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം ഒലിച്ചു പോകുന്ന തോട് പറ്റുമോ? അത് ഇപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്ത് കുഴിച്ചിടലാണ് ഏറ്റവും നല്ലത്. ഇനി തോടും പുഴയൊന്നും ഇല്ലാത്തൊരു അമൽ ചെയ്യാതിരിക്കലാണ് നല്ലത്. അവിഹിതത്തിന് പറ്റുന്ന വേറെയും അമലുകളുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾ യൂട്യൂബിലൂടെ വരും 10ഓളം പ്രധാനപ്പെട്ട മുജറബായ അമലുകൾ നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നമ്മൾ വരും. ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തെടുക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അടുത്ത സംശയം, ഉസ്താദെ നിങ്ങൾ സ്ക്രീനിൽ എഴുതിയത് തീരെ ക്ലിയർ അല്ല, A4 എഴുതിയത് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇതാ ഞാനിതിൽ എഴുതി കാണിക്കുന്നു. ഈ എഴുതുന്നത് പോലെ ഒറ്റ അക്ഷരത്തിൽ അതിലങ്ങ് എഴുതുക. ഫുലാൻ എന്നുള്ള സ്ഥലത്ത് പുരുഷൻ്റെ പേരും ഫുലാനത്ത് എന്നുള്ള സ്ഥലത്ത് പെണ്ണിൻ്റെ പേരുമാണ് ചേർക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ ലൈവ് ആരും മറക്കരുത്. അള്ളാഹു പങ്കെടുക്കാനും അതിൽ നിന്നും ഒരു മാറ്റം കിട്ടാനും നമുക്ക് വിധി തരട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.